അവിടെ ഈസാ നബിയെയും യഹ്യാ നബിയെയും കണ്ടു. അവരും ഇതുപോലെ സംസാരിച്ചു, സലാം പറഞ്ഞു, അവർ മടക്കി. അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരും സ്വാഗതം പറഞ്ഞു. അവിടുന്ന് മൂന്നാം ആകാശത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടു. ഇതേപോലെ സംഭവങ്ങൾ അവിടെയും നടന്നു. നാലാം ആകാശത്തേക്ക് കടന്നു ചെന്നു. അവിടെയും ഇതേപോലുള്ള അനുഭവങ്ങൾ തന്നെയാണ് സംഭവിച്ചത്. അവിടെ ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിഞ്ഞു. ഇദ്രീസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നാലാം ആകാശത്തിലാണെന്നും അതല്ല സ്വർഗത്തിലാണെന്നും തഫ്സീറുകൾ രണ്ട് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. വറഫഅനാഹു മക്കാനൻ അലിയ, അദ്ദേഹത്തെ നാം ഇദ്രീസ് നബിയെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തി എന്നുള്ളത് ബിൻ നുബുവത്തി ഔ ബിൽ ജന്നത്തി, നുബുവത്ത് കൊടുത്തുകൊണ്ട് ഉയർത്തി എന്ന് തഫ്സീറുണ്ട്. അതല്ല സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നും തഫ്സീറുകളിൽ കാണാൻ കഴിയും. അങ്ങനെ അവിടെയും സംസാരങ്ങളെല്ലാം നടന്നു. സ്വാഗതം പറഞ്ഞു, സലാം പറഞ്ഞു, മടക്കി. അഞ്ചാം ആകാശത്ത് നടന്നപ്പോൾ അവിടെ ഹാറൂൻ നബിയെയാണ് കാണാൻ കഴിഞ്ഞത്. അവിടെയും ഇതേപോലുള്ള സംഭവം നടന്നു. ആ അഞ്ചാം ആകാശം കഴിഞ്ഞ് ആറാം ആകാശത്തേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണാൻ കഴിഞ്ഞു. അവിടെയും ഇതേപോലുള്ള സംഭവങ്ങൾ തന്നെ നടന്നു. അങ്ങനെ മൂസാ നബിയുമായിട്ട് ആറാം ആകാശത്തിൽ സംസാരിച്ച് അവിടുന്ന് നബി തങ്ങൾ പറയാണ്, ഞാൻ അങ്ങോട്ട് കടന്നപ്പോൾ മൂസാ നബി കരയാൻ തുടങ്ങി. മൂസാ നബിയോട് എന്തിനാണ് കരയുന്നതെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബ്കീലി അന്ന ഗുലാമൻ ബുഇസ ബഅദി യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അക്സർ മിമ്മൻ യദ്ഖുലു മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ നിന്നും സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നവരെക്കാളും അധികം എന്റെ സന്താനത്തിൽപ്പെട്ട ഒരു കുട്ടിയുടെ സമുദായത്തെ ധാരാളമായി അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നു. അക്കാര്യം ഓർത്തുകൊണ്ട് ഞാൻ കരഞ്ഞതാണ്. അവിടുന്ന് ഏഴാം ആകാശത്തേക്ക് കടന്നു. ഇബ്രാഹിം നബിയെ കണ്ടു, സലാം പറഞ്ഞു. എല്ലാ സംഭവങ്ങളും പഴയതുപോലെ തന്നെ ഓരോ ആകാശത്തിലെയും സംഭവങ്ങൾ പോലെ കഴിഞ്ഞാടുന്നു. അവിടുന്ന് എന്നെ സിദ്റത്തുൽ മുന്തഹായിലേക്ക് ഉയർത്തപ്പെട്ടു. സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷത്തിന്റെ അടുക്കിലേക്ക്. അതിന്റെ പഴങ്ങളാണെങ്കിൽ അത് വലിയ തൊട്ടി, വലിയ ബക്കറ്റ്, ആ തൊട്ടിയുടെ മുകൾ ഭാഗം പോലെയാണ് അതിന്റെ പഴം. അത് നല്ല രസമുള്ള പഴമാണ്, രുചികരമായ പഴമാണ്. അതിന്റെ ഇലയാണെങ്കിൽ ആനയുടെ ചെവി പോലെ പരന്ന ഇലയാണ്. എന്നിട്ട് ജിബ്രീലിനോട് പറഞ്ഞു, ഹാദാ സിദ്റത്തുൽ മുന്തഹ, ഇത് സിദ്റത്തുൽ മുന്തഹ എന്ന് പറയുന്ന വൃക്ഷമാണ്. അവിടുന്ന് എന്നെ ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെട്ടു. ബൈത്തുൽ മഅമൂർ കഅബയുടെ നേരെ മുകളിലുള്ള ബൈത്തുൽ മഅമൂറിലേക്ക് ഉയർത്തപ്പെട്ടു. അവിടെ വെച്ചാൽ എനിക്ക് കള്ളിന്റെ ഒരു പാത്രവും അതുപോലെ തന്നെ പാലിന്റെ ഒരു പാത്രം, തേനിന്റെ ഒരു പാത്രം, ഇങ്ങനെ 3 പാത്രങ്ങൾ, തേനും പാലും കള്ളും. ഞാൻ പാലിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, താങ്കളുടെ സമുദായവും നല്ല പ്രകൃതിയെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്.